ഹായ് ഗൈസ്, വളരെ സങ്കടത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു ന്യൂസ് കണ്ടു, 8 വയസ്സുകാരൻ പാമ്പ് കടിയേറ്റ് മരിച്ചു എന്ന്. ഈ സ്കൂൾ അവധിക്കാലത്ത് സന്തോഷത്തോടുകൂടി അവൻ ഓടിക്കളിക്കുന്നത് കാണാൻ ആഗ്രഹിച്ചിരുന്ന മാതാപിതാക്കളും അവൻ ഓടിക്കളിക്കേണ്ട സമയമാണിത്. പക്ഷേ അവൻ കിടന്ന് ബെഡിൽ വെച്ചിരുന്ന തലയിണയ്ക്കടിയിൽ വന്ന് കിടന്നു. ആ സാധനം എനിക്ക് അതിന് അങ്ങനെയും പറയാൻ കഴിയണുള്ളൂ. കുഞ്ഞൊന്നും അറിയാത്ത നിഷ്കളങ്കനായ കുഞ്ഞ് കയറി കിടന്നു, അവനെ കടിച്ചു, അവൻ ഈ ലോകം വിട്ടുപോയി. എൻ്റെ പൊന്നു മാതാപിതാക്കളെ, എന്നെ കേൾക്കുന്നവരെ, ചൂടുകാലം അല്ലെങ്കിലും ജനലും വാതിലുമൊക്കെ അടച്ച് ഉറപ്പിച്ച് സുഖമായിട്ട് കുഞ്ഞുങ്ങളെ കിടത്തി ഉറക്കാൻ നിങ്ങൾ അവസരം ഉണ്ടാക്കുക. ചൂടാണ്, അതികഠിനമായ ചൂടാണ്, ഇല്ലെന്ന് പറയുന്നില്ല, എങ്കിലും ഒരു ഫാനെങ്കിലും ഇല്ലാത്ത വീടില്ലല്ലോ. പിന്നെ ജനലിൻ്റെ അരികിൽ തന്നെ ഈ തലേണ വെച്ച് കിടക്കയിരിക്കുകയൊക്കെ ചാരി വെച്ചിരിക്കുന്നവരൊക്കെ ഉണ്ട്. നമ്മൾ അറിയാൻ പറ്റില്ല. ജനലിൻ്റെ താഴെ ഈ കുറ്റിക്കാടൊക്കെ ഉള്ള വീടുകൾ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ ശ്രദ്ധക്കുറവ് മുഖേന എന്തെങ്കിലും ഒന്ന് വന്ന് പെട്ടിട്ട് ഞാൻ അന്ന് ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എന്ന് പറയാനിട വരരുത്. നമ്മൾ രാത്രിയും പകലുമൊക്കെ ആയാലും നമ്മൾ വന്ന് ബെഡിൽ കിടക്കുന്നതിന് മുമ്പ് ബെഡും തലയണയൊക്കെ ഒന്ന് എടുത്ത് കുടഞ്ഞ് കട്ടിലിൻ്റെ അടിയൊക്കെ ഒന്ന് നോക്കി ഒന്ന് ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങളും കൂടെ ഉള്ള വീട് ആണെങ്കിൽ പ്രത്യേകിച്ച്. എൻ്റെ കുടുംബത്തിൽ തന്നെ 8 കുഞ്ഞുങ്ങളുണ്ട്. കുഞ്ഞുങ്ങളെല്ലാം നമുക്ക് ഒരുപോലെയല്ലേ? എല്ലാ മക്കളും എന്നും ദീർഘായുസോടും ആരോഗ്യത്തോടും സുഖത്തോടും ഇരിക്കണമെന്നല്ലേ നമുക്ക് ആഗ്രഹിക്കാനും പ്രാർത്ഥിക്കാനും പറ്റുള്ളൂ. ഇനിയൊരു കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ പറ്റരുത്. ചില വീടുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്, കൊതുക് തിരിയെല്ലാം കത്തിച്ച് നിറയെ പുക വീടിനകത്ത് തന്നെ നിറഞ്ഞിരിക്കും. കൊതുക് തിരി കത്തിക്കുന്നതിന് കുഴപ്പമില്ല, ഇടയ്ക്കൊക്കെ ജനൽ തുറന്ന് ആ പുകയെ പുറത്തൊന്ന് കളയാനും ശ്രദ്ധിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങളുടെ സുരക്ഷ മുൻകരുതി നമ്മളിതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ചിലപ്പോൾ ഗാഠനിദ്രയിലായി പോകുമ്പോൾ ഇതൊന്നും ശ്രദ്ധിച്ചെന്ന് വരില്ലെങ്കിലും നമുക്ക് ശ്രദ്ധിച്ചേ പറ്റൂ. ഇപ്പോഴത്തെ ഒരു കാലം അങ്ങനെയാണ്. ആ കുഞ്ഞുമകൻ്റെ വീട്ടുകാരെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. എനിക്ക് കേട്ടിട്ട് എനിക്ക് സഹിക്കാനേ പറ്റുന്നില്ല. കാരണം നമ്മുടെ വീടുകളിലും കുഞ്ഞുങ്ങളുള്ളത് കൊണ്ടായിരിക്കാം നമുക്ക് അത്രയും ഒരു മനസ്സിന് സങ്കടം തോന്നുന്ന. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. രാത്രിയാകുമ്പോൾ ജനലും വാതിലുമൊക്കെ ഒന്ന് അടച്ച് കുഞ്ഞുങ്ങളെ ജനലരികിൽ ചേർത്ത് കിടത്താതിരിക്കുക. വളരെ ശ്രദ്ധിച്ചെങ്കിലേ പറ്റുള്ളൂ.